ഹലോ, ഇന്നത്തെ റെസിപ്പി കക്കിരി വെച്ചിട്ടുള്ള കുറച്ച് വിഭവങ്ങളാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്കൊരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കക്കിരി വെച്ചിട്ട്. അപ്പോൾ അതിൽ കുറച്ച് വിഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കക്കിരി വെച്ചിട്ട് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പം നമുക്ക് നോക്കാം. ഇതിലാദ്യം കാണിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെ ആയിക്കോട്ടെ അല്ലേ, റംസാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കക്കിരി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കക്കിരി കട്ട് ചെയ്തെടുത്ത ശേഷം 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് പുതിന ലീഫാണ്. പുതിന ലീഫ് ഒരു 10-12 എണ്ണം മതിയാകും. കഴുകിയെടുത്തിട്ടുള്ള ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നാരങ്ങാനീര്. നല്ല വലിയ നാരങ്ങ 1.5 എടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളും പിന്നെ വേറൊരു നാരങ്ങയുടെ പകുതിയും. പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്രഷ് ചെയ്തത്. അതുപോലെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്കിതിലോട്ട് വീണ്ടും വെള്ളം നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിൽ അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഏകദേശം ഒരു 5 ഗ്ലാസ്, ഒരു മീഡിയം സൈസിലുള്ള 5 ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പാകത്തിന് ക്രഷ് ചെയ്തെടുക്കാം. പാകത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 5 ഗ്ലാസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 കപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഡ്രിങ്കിൻ്റെ അളവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലോട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട്, അപ്പോൾ ഇതിലുള്ള ഫ്ലഷൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഇതിലുള്ള വെള്ളമൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഈ ഒരു ഫ്ലഷിൽ നിന്നും. അപ്പോൾ ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിലൊരു 5 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 5 ഗ്ലാസ് ജ്യൂസിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് പഞ്ചസാര പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പാകത്തിനുള്ള മധുരം തന്നെ ആകുന്നുണ്ട് ഈ ഒരു അളവിൽ. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ 1/4 ഭാഗം മാത്രമാണ് കേട്ടോ. ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 2 നുള്ള് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അതുപോലെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു പുളിയും മധുരവും ഒക്കെ ഉള്ളതല്ല. അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പാകത്തിനാകുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. കുക്കമ്പർ വെച്ചിട്ട്, കുക്കമ്പർ മിൻറ്റ് ലെമൺ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് കുടിക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പിച്ച് കഴിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഐസ് ക്യൂബ്സൊക്കെ ചേർത്തിട്ടുള്ള വെള്ളം തന്നെ, നല്ല തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം ചേർക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കക്കിരി ചേർത്തിട്ടുള്ള കൽത്തപ്പമാണ്. പറഞ്ഞൊരു ഫ്ലേവറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ടൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഇതിലോട്ട് ചെറിയ കക്കിരിയാണ് കേട്ടോ. മീഡിയം സൈസിലുള്ള കക്കിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1/4 ഭാഗം എടുത്താൽ മതി. കപ്പിലെടുക്കുമ്പോൾ ചോപ്പ് ചെയ്തത് ഏകദേശം 1 കപ്പാണ് കേട്ടോ. പിന്നെ അത് 1/2 കപ്പ് ചിരകിയ തേങ്ങ, അതുപോലെ ചോറ് ഒരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഏകദേശം 1/4 കപ്പാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ്. നമ്മൾ ഈ ഒരു 1 കപ്പ് പച്ചരി എടുക്കുമ്പോൾ പിന്നെ കക്കിരിയും കൂടെ ചേർത്തതാണല്ലോ. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഇരുമ്പ് ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോഴേക്കും. ഇനി നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന ഫ്രൈ പാനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ചിലതിൽ 1 കൽത്തപ്പം മാത്രം ഉണ്ടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ 2 കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ളത്. അപ്പോൾ ഞാൻ 2 കൽത്തപ്പമാണ് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ഫ്രൈ പാനാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടാണിത് വേവിച്ചെടുക്കുന്നുള്ളത്. ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി മറ്റേ സൈഡും കൂടെ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് മാറ്റാം.
അപ്പോൾ ഒരു നേരെ പകുതി മാവാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്, സെയിം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കക്കിരി ചേർത്തിട്ടുള്ള കലത്തപ്പം പറഞ്ഞൊരു ടേസ്റ്റാണ്. കുക്കമ്പറാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ കക്കിരിക്ക ചേർത്ത കലത്തപ്പം എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ്. കറി കൂട്ടിയും കഴിക്കാം, അല്ലാതെയും കഴിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നതും ഒരു കാസർഗോഡൻ റെസിപ്പിയാണ്. പണ്ടേ ചെയ്യാറുള്ളൊരു വിഭവമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പകുതി കക്കിരി മതിയാകും. ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് 1-2 പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ഇഞ്ചി സൈസിലുള്ളതും വേണ്ട കേട്ടോ, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിഴിഞ്ഞിട്ട് വെള്ളം മാത്രമല്ല, പുളിയോട് കൂടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് വെള്ളം, ഏകദേശം 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു കക്കിരിയുടെ അളവിൽ. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞങ്ങളിതിനെ കക്കിരിക്കാൻ്റെ ഉപ്പിൻ്റെ തണ്ണി എന്നൊക്കെ പറയും. കാസർഗോഡ് പൊതുവേ പച്ചമാങ്ങ വെച്ചിട്ടും പഴുത്ത മാങ്ങ വെച്ചിട്ടൊക്കെ മുമ്പേ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കക്കിരി വെച്ചിട്ടാണ്. കക്കിരി ആയതുകൊണ്ടാണ് ഇതിലോട്ട് പുളി ചേർത്തത്. മാങ്ങ വെച്ച് ചെയ്യുമ്പോഴൊന്നും പുളി ചേർക്കലില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. കുക്കമ്പർ വെച്ചിട്ടുള്ള പച്ചടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള കക്കിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരിച്ചിരി ഉപ്പും ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അല്ലെങ്കിൽ ഒരു പകുതി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുക. ഇനി ഒരു ബ്ലെൻഡറിലോട്ട് ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി, അതുപോലെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് 1/2 കപ്പ് തൈരും അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതിലോട്ട് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തന്നെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ഇതിലോട്ട് ചേർത്തിട്ടില്ല. ആദ്യം ചേർത്ത കുറച്ച് ഉപ്പ് മാത്രമാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് താളിക്കലാണ്, വറവിടലാണ്. അപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്. കടുകിട്ട് പൊട്ടിച്ചെടുത്ത ശേഷം കറിവേപ്പില, വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വറവിട്ടാൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കക്കിരി വെച്ചിട്ടുള്ളൊരു പച്ചടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടമാവും. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കക്കിരി വെച്ചിട്ടുള്ളൊരു സാലഡാണ്. നമ്മൾ സാധാ റൈത്ത ഉണ്ടാക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കളയുന്നുണ്ട്. തൊലി കളയാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കക്കരിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു അകത്തെ ഈ ഒരു ഫ്ലഷ് എടുക്കുന്നില്ല. ഇതുപോലെ ഇതിൻ്റെ സ്ലൈസ് ചെയ്ത ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് തൈരാണ്. 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കക്കിരി വെച്ചിട്ടുള്ള സാലഡാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്